എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ഡബിൾ സ്റ്റോറി നമുക്ക് കോർപ്പറേഷൻ പരിധിയിൽ വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ, നമുക്ക് തമ്പാനൂരിൽ നിന്നും 7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പുതിയൊരു വീടും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല കുന്നപ്പുഴ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറിയാണ് നമുക്കൊരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ടേജ് ടാർ റോഡാണ്. വീടിരിക്കുന്ന 4 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK വീടാണ്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് വരുന്നത് നമുക്ക് കോർപ്പറേഷൻ വാട്ടറാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർച്ച് ഏരിയയാണ് വരുന്നത്. വീട് ചുറ്റുള്ള തികച്ചും കണ്ടംപററി ഡിസൈനിലാണ് 2 കളർ കോമ്പിനേഷനിലാണ് നമുക്കിവിടെ പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, മാറ്റ് പോളിഷൻ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിന്ന് നമുക്ക് ചെറിയൊരു കുഞ്ഞൻ ഗേറ്റ് വരുന്നുണ്ട്. ഇതുവരെ നമുക്ക് എൻട്രൻസ് ഉള്ളതാണ്. ഈ വീട്ടിലോട്ട് വന്ന റോഡ് കൊണ്ട് നമ്മുടെ തിരുമല വെള്ളയാണി മെയിൻ ബസ് റൂട്ട്, അതായത് 4 വരി ഹൈവേയിൽ നിന്നാണ് നമുക്ക് ഈ വീട്ടിലോട്ട് വരുന്ന 300 മീറ്റർ വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്ററേ വരുന്നുള്ളൂ. ഈ വീടിരിക്കുന്ന 2 ബസ് റൂട്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് വീട് വരുന്നത്. ഈ വീട്ടിൽ നമ്മുടെ പൂജപ്പുര മുടമുള്ള മെയിൻ ബസ് റൂട്ട് ഇവിടുന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്നും കാണാൻ പറ്റും. അങ്ങനെ ഈ 2 റോഡിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് ആയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 7 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ വേണ്ടി 13 കിലോമീറ്ററും മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇനി നമുക്കിവിടെ ഫൈനൽ കോട്ട് പെയിൻറ്റിങ് വർക്കും കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഫുൾ വർക്കും കംപ്ലീറ്റ് ചെയ്താണ് നമുക്ക് ഈ വീട് കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ്. ഫ്രണ്ട് ഡോർ ഇരിക്കുന്നത് നമുക്ക് പ്ലാവിലാണ്, മാറ്റ് പോളിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വയറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് ലീ ഗാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയും ഡൈനിങ്ങിൻ്റെ ഏരിയയും നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിൻ്റെ ഏരിയയിലും നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ്, സ്പോൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെയിൽ വന്നിട്ട് 5ക്ക് 2.5 ടെയിലാണ്. ഇത് നമ്മുടെ വെട്രിഫൈഡ് ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ്ങിലോട്ട് വരുന്നത് നമുക്കിവിടെ പാർട്ടേഷൻ, കബോർഡ് വർക്കിൽ പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ ഒരു വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തെ കളറൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ് കളറാണ്. ഇവിടെ നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. കിച്ചണിൽ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോൾ ലൈറ്റ്, ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. കബോർഡ് വർക്ക് വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ്. ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ടെയിൽ വന്നിട്ട് 4x2 മാറ്റ് ടെയിൽ, നല്ല ഗ്രിപ്പുള്ള വുഡിൻ്റെ ഡിസൈൻ വന്ന ടെയിലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. സ്റ്റോറേജ് ഒക്കെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് നമുക്ക് ഇൻ്റർലോക്ക് പാതി വരെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഫുൾ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട്. ഫുൾ വർക്കും കംപ്ലീറ്റ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന അടുത്ത ഫ്ലോട്ടിൽ നമുക്ക് ഉടനെ തന്നെ വീട് വരുന്നതാണ്. അത്യാവശ്യം നല്ല പ്രീമിയം വീടുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് ഈ ഒരു വീട് വരുന്നത്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമിലും AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ്. ഇത് ഫുൾ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും. നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സിൽ വെച്ചിരിക്കുന്ന ജാഗ്വറും സെറയോ ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്ന് സ്റ്റെയറിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ വന്നിട്ട്. ഇവിടെ നമുക്ക് മിററൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ചെറിയ രീതിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്.
ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിന്റെ അടിയിലിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് വന്നിട്ട് ഇവിടെ നമുക്ക് 5 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ നമുക്ക് വുഡിന്റെ ഡിസൈൻ വന്ന മാറ്റ് ടൈൽ, നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രൊഫൈലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലൊക്കെ ഇരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റ് വുഡും ഇത് നമുക്ക് ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വലിയൊരു ഓപ്പൺ സ്പേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു 6 പർഹോള വരുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായിട്ടുള്ള ഹാള്. ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ നിന്നും ടെറസിലോട്ട് പോകാൻ അകത്തുകൂടിയാണ് നമുക്ക് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. മേഖലയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പാർട്ടീഷനും കൂടെ തിരിക്കാൻ പറ്റും. അകത്തുകൂടെ നമുക്ക് സ്റ്റെയറും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. കബോർഡ് വർക്ക് ഇരിക്കുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലാസ് വരും. ഗ്ലാസ് എല്ലാം ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് റൂമിന് വേണ്ടി ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മിറർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് വരും. നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നും. ഇവിടെ നമുക്ക് 2 ബാൽക്കണിയാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ നമുക്ക് ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്ന് വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ വീട് വരുന്നത് നമുക്ക് 4 വരി പാത, നമ്മുടെ തിരുമലയിൽ നിന്നും വെള്ളയണി പോകുന്ന 4 വരി വലിയ പാതയിൽ നിന്നും 300 മീറ്റർ മാത്രം, ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് വരുന്നത്. ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസും 13x11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ കബോർഡ് വർക്ക് ചെയ്യുന്ന അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് സെറയും ജാഗൂറുമാണ് വരുന്നത്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ബാൽക്കണി. ബാൽക്കണിയിൽ ടൈൽ, നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലൊക്കെ ഇരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പൂജപ്പരയിൽ നിന്ന് മുടമുകളിൽ പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് മെയിൻ ബസ് റൂട്ട് കാണാൻ പറ്റും. വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള ഏരിയയാണ്. നല്ലൊരു സൈലന്റ് ഏരിയക്കകത്താണ് വീടിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം വില്ലാസ് വരുന്ന ഒരു വില്ലക്കകത്താണ് ഈ ഒരു വീട് വരുന്നത്. ഹാളിൽ നിന്ന് നമുക്ക് ടെറസിലോട്ട് പോകാൻ അകത്തുകൂടെ തന്നെ നമുക്ക് സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്നിടത്ത് തന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ടെറസ്. ഇവിടെ നമുക്ക് പാർട്ടീഷൻ തിരിച്ച് നമുക്ക് 2 ബെഡ്റൂം വേണമെങ്കിൽ അഡീഷണൽ ചെയ്യാൻ പറ്റും. ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. ഒരു അഡീഷണൽ ടാങ്കും കൂടെ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥലവും വരുന്നുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ടെറസിലുള്ള വ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല കുന്നപ്പുഴ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ്. വീടിൻ്റെ മുറ്റത്ത് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർ ചേരിയാണ് വരുന്നത്. വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിൽ നമുക്ക് കോർപ്പറേഷൻ വാട്ടറാണ് വരുന്നത്. ഈ വീടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ പരിധിക്കകത്താണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 80% ഹോം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ബാങ്കിലാണെങ്കിൽ നമുക്ക് ഹോം ലോൺ ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെക്കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീട് കാണാൻ താല്പര്യമുള്ളവർക്കും താഴെക്കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.